ഹായ് എവ്രിവൺ. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് യൂണിറ്റ് ആയ ബോൺസ് ഓഫ് ലൈഫിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്നുള്ള ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ ബോൺസ് ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ജീവിതത്തിലെ ബന്ധങ്ങൾ എന്നാണ്. അപ്പോൾ ഇവിടെ മഹാത്മാഗാന്ധി എഴുതിയിട്ടുള്ള ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹ്യൂമാനിറ്റി ഇസ് നോട്ട് ഇൻ ബീങ് ഹ്യൂമൻ ബട്ട് ഇൻ ബീങ് ഹ്യൂമെയിൻ എന്ന്. ഇപ്പോൾ ഗ്രേറ്റ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? മഹത്വം ഓഫ് ഹ്യൂമാനിറ്റി, അതായത് മനുഷ്യത്വത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് എന്താണ്? ഇസ് നോട്ട് ഇൻ ബീങ് ഹ്യൂമൻ, വെറുതെ മനുഷ്യനായിരിക്കുക എന്നുള്ളതിലല്ല, ബട്ട് ഇൻ ബീങ് ഹ്യൂമെയിൻ. ഹ്യൂമെയിൻ എന്ന് വെച്ചാൽ മനുഷ്യത്വത്തോടെ പെരുമാറുന്നതിലാണ്. മനുഷ്യനായിരിക്കുക എന്നതിൽ അഭിമാനിക്കുന്നതിന് പകരം മനുഷ്യത്വമുള്ളവരായിരിക്കുക എന്നാണ്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്നാണ് ഈ ഒരു കോട്ടിൽ പറയുന്നത്. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള പിക്ചറിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രാൻഡ് പേയും ഒരു കുട്ടിയും കൂടിയിട്ട് ഇങ്ങനെ നേച്ചറിലെ സീനറി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോർട്ട് സ്റ്റോറി തന്നെയാണ് ഈ യൂണിറ്റിൽ ആദ്യമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന് പറയുന്ന റസ്കിൻ ബോണ്ട് എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി. ദ 7 ഏജസ് ഓഫ് മാൻ വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു കൃതിയാണ്. അതുപോലെ തന്നെ ലിറ്റിൽ തിങ്സ് മാറ്റർ എന്നുള്ള ഒരു മെമ്മോ APJ അബ്ദുൽ കലാമിൻ്റെ. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഷോർട്ട് സ്റ്റോറി പഠിക്കാം, എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ത് ആക്ടിവിറ്റിയാണുള്ളത് ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ ചെയ്യാനായിട്ട്? അങ്ങനെ ഈ ഒരു സ്റ്റോറി എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന് പറയുന്നത് ഒരു ഗ്രാൻഡ് സണും ഒരു ഗ്രാൻഡ് മദറും കൂടിയിട്ട് ഒരു യാത്ര പോകുന്നതാണ്. അപ്പോൾ ആ പോകുന്ന സ്ഥലത്തെ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ആ ഭൂപ്രകൃതിയുടെ ഒക്കെ ഭംഗി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു കഥയിലൂടെ. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാൻഡ്മയുടെ കൂടെ, മുത്തശ്ശിയുടെ കൂടെ ഒരു നീണ്ട യാത്ര അല്ലെങ്കിൽ നീണ്ട നടത്തം എന്ന് പറയാം. റസ്കിൻ ബോണ്ടാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി രചിച്ചിട്ടുള്ളത്. ഗ്രാനി കുഡ് ഹിയർ ദ ഡിസ്റ്റന്റ് റോർ ഓഫ് ദ റിവർ ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ് ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ഹർ ഗ്രാൻഡ് സൺ മണി. അപ്പോൾ ഗ്രാനിക്കാണെന്നുണ്ടെങ്കിൽ കുഡ് ഹിയർ കേൾക്കാമായിരുന്നു ദ ഡിസ്റ്റന്റ് റോർ ഓഫ് ദ റിവേഴ്സ്. ഡിസ്റ്റന്റ് റോർ ഓഫ് ദ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ദൂരെ നിന്ന് തന്നെ ആ നദികളുടെ റോർ എന്ന് പറഞ്ഞാൽ അലർച്ച കേൾക്കാമായിരുന്നു, അതായത് നദി ഒഴുകുന്ന ആ ശബ്ദം കേൾക്കാമായിരുന്നു. ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ് ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ഹർ ഗ്രാൻഡ് സൺ മണി. പിന്നീട് എന്തൊക്കെയാണ് ഗ്രാനിക്ക് അനുഭവപ്പെട്ടിരുന്നത്? പൈൻ നീഡിൽസ്, അതായത് പൈൻ എന്ന് പറയുന്ന മരത്തിന്റെ ഇലകളുടെ, അതിന്റെ ഇലകൾ നീഡിൽ പോലെയാണ് ഇരിക്കുക. സാധാരണ നമ്മൾ കാണുന്ന ഇലകൾ പോലെ ഇങ്ങനെ വീതിയിൽ പരന്നിട്ടുള്ളതല്ലായിരിക്കാം, നീഡിൽസ് പോലെയാണ് ഈ പൈൻ്റെ ലീവ്സ് ഉണ്ടായിരിക്കുക. അപ്പം അതിൻ്റെ സ്മെല്ല് ഗ്രാൻഡ് മദറിന് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടിയും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എന്താണ്? ദ പ്രസൻസ് ഓഫ് എ ഗ്രാൻഡ് സൺ മണി. തൻ്റെ പേരക്കുട്ടിയായിട്ടുള്ള മണിയുടെ പ്രസൻസും കൂടെ ഗ്രാനിക്ക് ഫീൽ ചെയ്യാമായിരുന്നു. ഷീ കുഡൻ സീ ദ റിവർ ഓർ ദ ട്രീസ്. അപ്പോൾ ഗ്രാനിയുടെ പ്രത്യേകത എന്താണ്? ഗ്രാനിക്ക് ഈ മരങ്ങളോ അല്ലെങ്കിൽ ഈ നദിയോ ഒന്നും കാണാനായിട്ട് പറ്റില്ലായിരുന്നു. ഷീ കുഡ് ഓൺലി മേക്ക് ഔട്ട് മണീസ് ഫസി ഹെയർ ആൻഡ് സംടൈംസ് ഹിസ് ബ്ലാക്ക്ബെറി ഐസ് ആൻഡ് ഗ്ലീം ഓഫ് ഹിസ് ടീത്ത് വെൻ ഹി സ്മൈൽഡ്. പിന്നെ ഈ ഗ്രാൻഡ്മയ്ക്ക് വേറെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മണിയുടെ തലയിലുള്ള ഡിസോർഡർ ആയിട്ട് കിടക്കുന്ന മുടി അത്ര നല്ല നീറ്റായിട്ടൊന്നല്ല വെച്ചിട്ടുള്ളത്, അതാണ് ഫസി ഹെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവൻ്റെ ബ്ലാക്ക്ബെറി പോലത്തെ കണ്ണുകൾ ആൻഡ് ദ ഗ്ലീം ഓഫ് ഹിസ് ടീത്ത് വെൻ ഹി സ്മൈൽഡ്. അതുപോലെ തന്നെ അവൻ ചിരിക്കുന്ന സമയത്ത് അവൻ്റെ പല്ലുകളുടെ ഗ്ലീം എന്ന് വെച്ചാൽ തിളക്കം. ഇതൊക്കെ ഗ്രാനിക്ക് മനസ്സിലാകുമായിരുന്നു. ഗ്രാനി വോർ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസസ്. ഷീ ഹാഡ് ബീൻ വെയറിങ് ദം ഫോർ വെൽ ഓവർ 10 years. അപ്പോൾ ഗ്രാനി ആണെന്നുണ്ടെങ്കിൽ പഴയ ഒരു ഗ്ലാസ്സാണ്, ഒരു കണ്ണടയാണ് വെക്കുന്നത്. പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ഗ്രാനി ഒരു 10 വർഷത്തിൽ കൂടുതലായിട്ട് വെക്കുന്നു. ഫോർ വെൽ ഓവർ 10 years എന്ന് പറഞ്ഞാൽ 10 വർഷത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു ഈ ഗ്ലാസ്. Her eyes had grown steadily weaker and the glasses were now scratched and spotted. അപ്പോൾ ഈ ഗ്രാനിയുടെ കണ്ണുകളാണെങ്കിൽ ഇപ്പോൾ വീണ്ടും വീണ്ടും വീക്കായി വന്നിരിക്കുകയാണ്. ആദ്യം ആ ഗ്ലാസ് വെക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന പവറല്ല കണ്ണിന് ഇപ്പോഴുള്ളത്. അതുപോലെ തന്നെ ഇത്രയും വർഷമായാലും ഉപയോഗിക്കുന്നു, അതുകൊണ്ട് തന്നെ ആ ഗ്ലാസ്സൊക്കെ അത്രയും സ്ക്രാച്ചും അത്രയും കുത്തുകളൊക്കെ ആയി, നന്നായിട്ട് കാണാനായിട്ട് പറ്റുന്നില്ല. സോ there was very little she could see through them. അതുകൊണ്ട് തന്നെ ഈ ഗ്ലാസ് വെച്ചിട്ട് ഗ്രാനിക്ക് കാണാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. മണി ആൻഡ് ഹിസ് ഫാദർ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് ഹൈ ടൈം ഗ്രാനി ഹാഡ് ഹെർ ഐസ് ടെസ്റ്റഡ് ആൻഡ് ഗോട്ട് ഹെർസെൽഫ് ന്യൂ ഗ്ലാസസ്. അപ്പോൾ മണിയും മണിയുടെ അച്ഛനും പറഞ്ഞിരുന്നത്, അവർക്ക് തോന്നിയിരുന്നു എന്താണ്? ഇറ്റ് ഈസ് ഹൈ ടൈം ഗ്രാനി ഹാഡ് ഹെർ ഐസ് ടെസ്റ്റഡ്. അപ്പോൾ ഗ്രാനിയുടെ
കണ്ണുകൾ ടെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെയും അതുപോലെ തന്നെ പുതിയ ഗ്ലാസസ് വെക്കേണ്ടതിൻ്റെയും സമയം അതിക്രമിച്ചു എന്ന് മണിക്കും മണിയുടെ അച്ഛനും തോന്നി തുടങ്ങി. വെൽ യു നോ വി കാൺ ഗെറ്റ് ദം ഇൻ ദ വില്ലേജ് സെഡ് ഗ്രാനി. അപ്പൊ ഗ്രാനി പറയാണ്, നമുക്ക് ഈ ഗ്രാമത്തിൽ ആ സ്പെക്സ് കിട്ടില്ല, ആ കണ്ണട കിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന്. മണി സെഡ് യു വിൽ ഹാവ് ടു ഗോ ടു ദി ഐ ഹോസ്പിറ്റൽ ഇൻ മസൂറി, ദാറ്റ്സ് ദ നിയറസ്റ്റ് ടൗൺ. അപ്പോൾ മണി പറഞ്ഞു, ഗ്രാൻമയ്ക്ക് ഇവിടെ നിന്ന് സ്പെക്സ് കിട്ടില്ല എന്ന് എനിക്ക് അറിയാം, നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും. ഇവിടെ അടുത്തുള്ള ടൗൺ എവിടെയാണ്? മസൂരിയിലാണുള്ളത്. അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടി വരും എന്ന് പറയാണ്. ബട്ട് ദാറ്റ്സ് എ 2-day ജേർണി പ്രൊട്ടസ്റ്റഡ് ഗ്രാനി. അപ്പോൾ അടുത്തുള്ള ടൗൺ എന്ന് പറയുമ്പോൾ അവിടേക്ക് എത്താൻ തന്നെ 2 ദിവസം യാത്ര ചെയ്യണം എന്നാണ് ഗ്രാനി പറയുന്നത്. ഗ്രാനി വാസ് ലുക്കിംഗ് ഫോർ എക്സ്ക്യൂസസ്. ഷീ ഡിഡ് നോട്ട് വാണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മണി. ഹി വാസ് 11 ആൻഡ് ക്വൈറ്റ് കേപ്പബിൾ ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ഹിംസെൽഫ്. അപ്പോൾ ഗ്രാനി എക്സ്ക്യൂസസ് പറയാൻ വേണ്ടി തുടങ്ങി. ഓരോ കഴിവ് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് ഒഴിവാവാൻ വേണ്ടി നോക്കുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം ഷീ ഡിഡ് നോട്ട് വാണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മണി. മണിയുടെ അടുത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടാനായിട്ട് ഗ്രാനി ആഗ്രഹിച്ചില്ല. ഹി വാസ് 11 ആൻഡ് ക്വൈറ്റ് കേപ്പബിൾ ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ഹിംസെൽഫ്. അപ്പോൾ മണിയുടെ പ്രായം എത്രയാണ്? 11. അത് ശ്രദ്ധിക്കണം കേട്ടോ. ആൻഡ് ക്വൈറ്റ് കേപ്പബിൾ ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തതയുള്ള കുട്ടിയാണ്, സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ അവന് പറ്റും. ബട്ട് ഗ്രാനി ഹാഡ് ബ്രോട്ട് ഹിം അപ്പ് എവർ സിൻസ് ഹിസ് മദർ ഹാഡ് ഡൈഡ് വെൻ ഹി വാസ് ഓൺലി എ ഇയർ ഓൾഡ്. അപ്പോൾ ഗ്രാൻമയാണ് ഈ മണിക്ക് 1 വയസ്സുള്ളപ്പോഴാണ് മണിയുടെ അമ്മ മരിക്കുന്നത്. അപ്പൊ തൊട്ട് ഇത്രയും പ്രായം എത്തുന്നത് വരെ മണീനെ നോക്കിയത് ആരാണ്? ഗ്രാനിയാണ്. ഷീ വാസ് ഹിസ് നാനി, മെറ്റേണൽ ഗ്രാൻഡ് മദർ, ആൻഡ് ഹാഡ് കെയർഡ് ഫോർ ദ ബോയ് ആൻഡ് ഫാദർ ആൻഡ് ദ കൗസ് ആൻഡ് ദ ഹെൻസ് ഇൻ ദ ഹൗസ് ഹോൾഡ് വിത്ത് ഗ്രേറ്റ് എനർജി ആൻഡ് ഡിവോഷൻ. ഗ്രാനി എന്ന് പറയുമ്പോൾ മണിയുടെ അമ്മയുടെ അമ്മമ്മയാണ്. ആൻഡ് ഹാഡ് കെയർഡ് ഫോർ ദ ബോയ് ആൻഡ് ദ ഫാദർ. അപ്പോൾ ഈ ഗ്രാനിയുടെ മകൾ മരിച്ചതിന് ശേഷം മകളുടെ കുട്ടീനെയും അതുപോലെ തന്നെ ഹസ്ബൻഡിനെയും ഒക്കെ നല്ല രീതിയിൽ നോക്കുമായിരുന്നു ഗ്രാനി. ആൻഡ് കൗസ് ആൻഡ് ഹെൻസ്, പിന്നെ കൂടാതെ തന്നെ അവരുടെ വീട്ടിലുള്ള പശുക്കൾ, അതുപോലെ തന്നെ കോഴികൾ, അതിൻ്റെയൊക്കെ കാര്യങ്ങളും അതുപോലെ തന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും വിത്ത് ഗ്രേറ്റ് എനർജി ആൻഡ് ഡിവോഷൻ, പൂർവാധികം എനർജിയോടുകൂടിയും, ഡിവോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സമർപ്പണത്തോടു കൂടിയും ആണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത്. ഐ ക്യാൻ മാനേജ് ക്വൈറ്റ് വെൽ ഷീ സെഡ്. അങ്ങനെ ഗ്രാനി പറയാണ്, അങ്ങനെയാണെങ്കിൽ ഓക്കെ, എനിക്ക് സ്വന്തമായിട്ടെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും, ഞാൻ പോയിക്കോളാം എന്ന്. Now listen, said Mani's father sternly. We are not sending you off on your own. I'll take you to Missouri. അപ്പോൾ മണിയുടെ അച്ഛൻ വളരെ സ്റ്റേൺ ആയിട്ട് തന്നെ പറയാണ്, എന്താണ് ആ തീരുമാനത്തിൽ നിന്ന് മാറ്റം വരാത്ത രീതിയിൽ. അതാണ് സ്റ്റേൺലി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മണിയുടെ അച്ഛൻ ഇങ്ങനെ ഉറച്ച തീരുമാനത്തോടു കൂടി പറയാണ്, I'll take you to മസൂരി, ഞാൻ മസൂരിയിലേക്ക് കൊണ്ടുവിടാം. ആൻഡ് ലീവ് മണി ഹിയർ ബൈ ഹിംസെൽഫ്. ഹൗ കുഡ് യു ഈവൻ തിങ്ക് ഓഫ് ഡൂയിങ് ദാറ്റ്? അപ്പം നാനി ചോദിക്കുകയാണ്, പിന്നെ മണീനെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തി പോകാനാണോ? നിനക്ക് എങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റിയത് എന്ന്. ദെൻ ഐ ടേക്ക് യു ടു മസൂരി, സെഡ് മണി ഈഗർലി. ഐ ഹാവ് ബീൻ ടു മസൂരി ബിഫോർ വിത്ത് മൈ സ്കൂൾ ഫ്രണ്ട്സ്. ഐ നോ വോ വി ക്യാൻ സ്റ്റേ. ബട്ട് അങ്ങനെ മണി പറയാണ്, അങ്ങനെ എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിടുന്നതിൽ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും വരാം മുത്തശ്ശിയുടെ കൂടെ. ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്കൂളിലത്തെ ഫ്രണ്ട്സിൻ്റെ കൂടെ മസൂരിയിലേക്ക് പണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം എവിടെയാ താമസിക്കാൻ പറ്റാന്ന്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് നിർത്താണ്. He paused a moment and looked doubtfully from his father to his grandmother. You wouldn't be able to walk all the way to Nan, would you, Granny? അപ്പോൾ നാൻ എന്ന് പറഞ്ഞ സ്ഥലം വരെ അമ്മൂമ്മയ്ക്ക് നടക്കാനായിട്ട് പറ്റില്ല എന്ന് പറയാണ്. പറ്റുമോ മുത്തശ്ശി അല്ലെങ്കിൽ അമ്മൂമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആദ്യം അച്ഛനെ നോക്കുന്നു, പിന്നെ ഗ്രാനീനെ നോക്കുന്നു മണി. Of course I can walk, said Granny. I may be going blind, but there is nothing wrong with my legs. അപ്പോൾ ഗ്രാനി പറയാണ്, പിന്നെ എനിക്ക് എന്തായാലും നടക്കാനൊക്കെ പറ്റും, എൻ്റെ കണ്ണിനല്ലേ പ്രശ്നമുള്ളൂ. ഐ മേ ബി ഗോയിങ് ബ്ലൈൻഡ് എന്ന് വെച്ചാൽ ഞാൻ അന്ധ ആയിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ ഉള്ളൂ, പക്ഷെ എൻ്റെ കാലിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ബട്ട് യു ആർ 70, ഗ്രാനി. അപ്പോൾ മണി പറയാണ്, പക്ഷെ അമ്മൂമ്മയ്ക്ക് 70 വയസ്സായി. വാട്ട് ഹാസ് ദാറ്റ് ഗോട്ട് ടു ഡു വിത്ത് ഇറ്റ്? ആൻഡ് ബിസൈഡ്സ് ഇറ്റ്സ് ഡൗൺ ഹിൽ ടു നാൻ ആൻഡ് അപ്പ് ഹിൽ കമ്മിങ് ബാക്ക്. അപ്പ് ഹിൽ ഇസ് ഈസിയർ, സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറയാണ്, അതിനിപ്പോൾ എന്താ ബുദ്ധിമുട്ട്? നാനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഡൗൺ ഹിൽ എന്ന് പറഞ്ഞാൽ താഴേക്ക് ഇറങ്ങിപ്പോയാൽ മതിയല്ലോ. അപ്പൊ മണി തിരിച്ചു ചോദിക്കുന്നുണ്ട്, പക്ഷെ തിരിച്ചു വരുമ്പോൾ ആ കയറ്റം കയറണ്ടേ എന്നതാണ് ആൻഡ് അപ്പ് ഹിൽ കമ്മിങ് ബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ നാനി പറയാ, കയറ്റം കയറാൻ അതിലും എളുപ്പമാണെന്ന്. അപ്പ് ഹിൽ ഇസ് ഈസിയർ എന്നാണ് ഗ്രാനി പറയുന്നത്. നൗ ദാറ്റ് ഷീ ന്യൂ മണി മൈറ്റ് ബി അക്കംപനിങ് ഹർ, ഷീ വാസ് മോർ ദാൻ റെഡി ടു മേക്ക് ദ ജേർണി. അപ്പോൾ മണി കൂടെ വരും, അക്കംപനിങ് ഹർ എന്ന് വെച്ചാൽ കൂടെ പോവുക. അപ്പോൾ ഗ്രാനിയുടെ കൂടെ മണിയും കൂടി വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഗ്രാനി ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാളും തയ്യാറെടുപ്പുകളോട് കൂടിയിട്ടാണ് പോകുന്നത്. വൈൽ വി ആർ ഇൻ Missouri, we'll get some seeds and bulbs and a few bell for the white cow and a pullover for your father and shoes for you.
അപ്പോൾ ഗ്രാനി പറയാണ് അങ്ങനെ നമ്മൾ മസൂരിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് കുറച്ച് സീഡ്സ്, ബൾബ്, അതുപോലെ തന്നെ ആ വെള്ള പശുവിന് വേണ്ടിയിട്ട് ഒരു മണി, ഒരു ബെല്ല് മേടിക്കണം, അതുപോലെ തന്നെ നിന്റെ ഫാദറിന് വേണ്ടിയിട്ട് ഒരു പുള്ളോവർ മേടിക്കണം, അതുപോലെ തന്നെ നിനക്ക് വേണ്ടി ഷൂസ് മേടിക്കണം എന്ന്. നൗ ജസ്റ്റ് എ മിനിറ്റ് സെഡ് മണീസ് ഫാദർ, ആർ യു ഗോയിങ് ദർ ടു ഹാവ് യുവർ ഐസ് ടെസ്റ്റഡ് ഓർ ആർ യു ഗോയിങ് ഓൺ എ ഷോപ്പിംഗ് ട്രിപ്പ്? ഐ ഹാവ് ഗോട്ട് ഓൺലി 100 rupees ടു സ്പെയർ, യു വിൽ ഹാവ് ടു മാനേജ് വിത്ത് ദാറ്റ്. അപ്പോൾ മണിയുടെ അച്ഛൻ പറയാണ്, ഒരു മിനിറ്റ്, അതിന് അമ്മ അവിടേക്ക് പോകുന്നത് കണ്ണ് ടെസ്റ്റ് ചെയ്യാനാണോ അതോ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു ട്രിപ്പ് പോവുകയാണോ? എൻ്റെ അടുത്തൊരു 100 രൂപയാണ് സ്പെയർ ആയിട്ടുള്ളൂ, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറയാണ്. വിൽ മാനേജ് സെഡ് മണി, വിൽ സ്ലീപ്പ് അറ്റ് ദ ബസ് ഷെൽട്ടർ. അപ്പോൾ മണി പറയാണ്, ഞങ്ങൾ മാനേജ് ചെയ്തോളാം, കുഴപ്പമില്ല, ഞങ്ങൾ ആ ബസ്സിൻ്റെ സ്റ്റേഷൻ്റെ അവിടെ കിടന്നോളാമെന്ന്. നോ വി വോണ്ട് സെഡ് ഗ്രാനി, ഐ ഹാവ് ഗോട്ട് 50 rupees ഓഫ് മൈ ഓൺ, വിൽ സ്റ്റേ അറ്റ് എ ഹോട്ടൽ. അപ്പോൾ ഗ്രാനി പറയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ 50 രൂപയും കൂടിയും എക്സ്ട്രാ ഉണ്ട് എന്ന്. അപ്പോൾ മണീൻ്റെ അച്ഛൻ്റെ 100 രൂപയുള്ളൂ, പക്ഷെ ഗ്രാനിയുടെ 50 രൂപയും കൂടി ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഹോട്ടലിൽ നിൽക്കാമെന്ന് ഗ്രാനി പറയാണ്. Early next morning in a light drizzle, Granny and Mani set out on the path to Nan. അപ്പോൾ അടുത്ത ദിവസം രാവിലെ തന്നെ ഏർലി നെക്സ്റ്റ് മോർണിംഗ് ഇൻ എ ലൈറ്റ് ഡ്രിസിൽ, ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉള്ള സമയത്ത് ഗ്രാനി ആൻഡ് മണി സെറ്റ് ഔട്ട് ഓൺ ദ പാത്ത് ടു നാൻ. എന്താണ് ചെയ്തത്? മണിയും അതുപോലെ തന്നെ ഗ്രാനിയും കൂടിയിട്ട് നാനിലേക്ക് പോകാനുള്ള വഴിയിലൂടെ നടക്കുകയാണ്, അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങി. മണി ക്യാരീഡ് എ സ്മോൾ ബെഡിംഗ് റോൾ ഓൺ ഹിസ് ഷോൾഡർ, ഗ്രാനി ക്യാരീഡ് എ ലാർജ് ക്ലോത്ത് ഷോപ്പിംഗ് ബാഗ് ആൻഡ് ആൻ അംബ്രല്ല. Wherever you feel tired, we'll take rest, said Mani. അങ്ങനെ മണിയും ഗ്രാനിയും കൂടി പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് മണിയുടെ പുറത്തൊരു ബെഡിങ് റോൾ ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാനിയുടെ കയ്യിൽ ഒരു ക്ലോതിങ് ബാഗ് ഉണ്ട്, ഒരു തുണിയുടെ സഞ്ചി ഉണ്ട്, ഷോപ്പിങ്ങിനൊക്കെ കൊണ്ടുപോകുന്ന പോലത്തെ, അതുപോലെ തന്നെ അംബ്രല്ല ഉണ്ട്, ഒരു കൊടയുണ്ട്. അങ്ങനെ മണി പറയാണ്, അമ്മൂമ്മയ്ക്ക് എവിടെയാണോ എത്തുമ്പോൾ ക്ഷീണം തോന്നുന്നത് അപ്പോൾ നമുക്ക് അവിടെ നിർത്തിയിട്ട് റെസ്റ്റ് ചെയ്യാം എന്നുള്ളത്. വി ഹാവ് ഓൺലി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഔട്ട്, സെഡ് ഗ്രാനി, വീൽ റെസ്റ്റ് വെൻ യു ആർ ഹംഗ്രി. അങ്ങനെ ഗ്രാനി പറയാണ്, നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, നിനക്ക് വിശക്കുന്ന സമയത്ത് നമുക്ക് റെസ്റ്റ് എടുക്കാം എന്നുള്ളത്. ദേ വാക്ക്ഡ് അറ്റ് എ സ്റ്റഡി പേസ് വിത്തൗട്ട് ടോക്കിംഗ് ടു മച്ച്. അപ്പോൾ അവർ അധികം സംസാരിക്കാതെ സ്റ്റഡി പേസിൽ എന്ന് പറഞ്ഞാൽ ഒരേ സ്പീഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എ ഫ്ലോക്ക് ഓഫ് പാരറ്റ്സ് വേൾഡ് ഓവർ ഹെഡ്, ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ അഗെയിൻസ്റ്റ് ദ സോംബർ സ്കൈ. അപ്പോൾ എ ഫ്ലോക്ക് ഓഫ് പാരറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം തത്തകൾ അവരുടെ തലയുടെ മുകളിലൂടെ ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു, വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. വേൾഡ് ഓവർ ഹെഡ് എന്ന് വെച്ചാൽ അവരുടെ തലയുടെ മുകളിലായിട്ട് വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ അഗെയിൻസ്റ്റ് ദ സോംബർ സ്കൈ. സോംബർ സ്കൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുണ്ട ആകാശത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പച്ചയും ചുവപ്പും കളറ് ഫ്ലാഷ് അടിക്കുന്ന പോലെ കളർ ഇങ്ങനെ കാണാനായിട്ടുണ്ടായിരുന്നു ഈ പാരറ്റ്സ് പറക്കുന്നത് കൊണ്ട്. ദർ വർ നോ അതർ സൗണ്ട്സ് എക്സെപ്റ്റ് ഫോർ ദ ഹിസ് ആൻഡ് ജെന്റിൽ പാറ്റർ ഓഫ് ദ റെയിൻ. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഈ മഴയുടെ കുറച്ച് ശബ്ദമല്ലാതെ വേറെ സൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഹിസ് ആൻഡ് ജെന്റിൽ പാറ്റർ ഓഫ് ദ റെയിൻ എന്ന് പറഞ്ഞാൽ മഴ ശബ്ദത്തിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. മണി സ്റ്റോപ്പ് ടു പിക്ക് വൈൽഡ് ബ്ലാക്ക് ബെറീസ് ഫ്രം എ ബുഷ്. ഗ്രാനി വാസ് ഇൻ ഫോണ്ട് ഓഫ് ബെറീസ് ആൻഡ് ഡിഡ് നോട്ട് സ്ലാക്കൻ ഹെർ പേസ്. Mani had to run to catch up with her. Soon his lips were purple with the juice from the berries. അപ്പോൾ മണി എന്താ ചെയ്തത്? ഈ ബ്ലാക്ക് ബെറീസ് എടുക്കാൻ വേണ്ടിയിട്ട്, പറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നു. പക്ഷേ ഗ്രാനി വാസ് ഇൻ ഫോണ്ട് ഓഫ് ബെറീസ്. അപ്പോൾ ഗ്രാനിക്ക് ഈ ബെറീസ് അത്ര ഇഷ്ടമൊന്നും ഉണ്ടാകില്ല. ഫോണ്ട് ഓഫ് ബെറീസ് എന്ന് വെച്ചാൽ, നോട്ട് ഫോണ്ട് ഓഫ് ബെറീസ് എന്ന് വെച്ചാൽ എന്താണ്, അത്ര താല്പര്യമില്ല. ആൻഡ് ഡിഡ് നോട്ട് സ്ലാക്കൺ ഹെർ പേസ്. അപ്പോൾ ഗ്രാനി നടക്കുന്ന പേസ് കുറച്ചില്ല, അതായത് സ്പീഡ് കുറച്ചില്ല എന്നാണ് ഡിഡ് നോട്ട് സ്ലാക്കൺ ഹെർ പേസ് എന്ന് വെച്ചാൽ അർത്ഥം. സ്ലാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലോ ആക്കുക എന്നുള്ളതാണ്. അപ്പം സ്ലോ ആക്കിയില്ല. മണി ഹാഡ് ടു റൺ ടു ക്യാച്ച് അപ്പ് വിത്ത് ഹെർ. മണിക്ക് ഗ്രാനിയുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് ഓടേണ്ട ആവശ്യം വന്നു, കാരണം ഗ്രാനി മുന്നോട്ട് നടന്നു പോയി. സൂൺ ഹിസ് ലിപ്സ് വർ പേർപ്പിൾ വിത്ത് ജ്യൂസ് ഫ്രം ദ ബെറീസ്. അപ്പോൾ മണി പോകുന്ന വഴിക്ക് ബെറി കഴിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പം അവൻ്റെ ലിപ്സ് എല്ലാം പേർപ്പിൾ കളറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ദ റെയിൻ സ്റ്റോപ്ഡ് ആൻഡ് ദ സൺ കെയിം ഔട്ട്. ബിലോ ദം the light green of the field stood out against the dark green of the forest, and the hills were bathed in golden sunshine. Mani ran ahead. അങ്ങനെ എന്താണ്, മഴ നിന്നു, സൂര്യൻ ഉദിച്ചു. ബിലോ ദം ദ ലൈറ്റ് ഗ്രീൻ ഓഫ് ദ ഫീൽഡ്സ് സ്റ്റുഡ് ഔട്ട് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ഗ്രീൻസ് ഓഫ് ദ ഫോറസ്റ്റ്. അതായത് സൂര്യൻ ഉദിച്ചപ്പോൾ ഈ വയലുകളുടെ ലൈറ്റ് പച്ച കളറ് കാടിന്റെ ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ കളറൊന്നും മാറ്റി നമുക്ക് വേർതിരിച്ച് കാണാമായിരുന്നു. ആൻഡ് ദ ഹിൽസ് വർ bathed in golden sunshine. അതുപോലെ തന്നെ മലനിരകൾ നോക്കുമ്പോൾ നല്ല ഗോൾഡൻ സൺഷൈൻ കൊണ്ടിട്ട് ഒരു ഗോൾഡൻ പോലത്തെ കളറിലാണ് നിൽക്കുന്നത്. മണി റാൻ അഹെഡ്. മണി മുന്നോട്ട് ഓടി. ക്യാൻ യു സീ ഓൾ റൈറ്റ് ഗ്രാനി, ഹി കോൾഡ്.
അങ്ങനെ മണി ചോദിച്ചു, അമ്മൂമ്മയ്ക്ക് കൃത്യമായിട്ട് കാണാനൊക്കെ പറ്റുന്നുണ്ടോ എന്ന്. ഐ ക്യാൻ സീ ദ പാത്ത് ആൻഡ് ഐ ക്യാൻ സീ യുവർ വൈറ്റ് ഷർട്ട്, ദാറ്റ്സ് ഇനഫ് ഫോർ ജസ്റ്റ് നൗ. അപ്പം ഗ്രാനി പറയാണ്, എനിക്ക് വഴി കാണാൻ പറ്റും, നിന്റെ വൈറ്റ് ഷർട്ടും കാണാൻ പറ്റും, തൽക്കാലം അത്രയൊക്കെ മതി, അതന്നെ ധാരാളം എന്ന് പറയാണ്. ദാറ്റ്സ് ഇനഫ് ഫോർ ജസ്റ്റ് നൗ, ഇപ്പോഴത്തേന് അത്രയൊക്കെ ധാരാളം എന്ന്. Granny and Mani ate their light meal on the roadside in the shade of a whispering pine and drank from a spring. അങ്ങനെ ഗ്രാനിയും മണിയും എന്ത് ചെയ്തു, ലൈറ്റായിട്ട് ഭക്ഷണം കരുതിയിട്ടുണ്ടായിരുന്നു. അത് റോഡ് സൈഡിൽ ഇരുന്നിട്ട് ഒരു പൈൻ മരത്തിന്റെ താഴെ ഇരുന്നിട്ട് കഴിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്, ഡ്രാങ്ക് ഫ്രം എ സ്പ്രിങ്, അവിടെ അടുത്തുള്ള ഒരു വാട്ടർ സ്പ്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നീരുറവ, അതായത് നാച്ചുറലി വെള്ളം കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് വെള്ളം കുടിച്ചു. ബൈ ലേറ്റ് ആഫ്റ്റർനൂൺ ദേ വർ ഡയറക്ട്ലി എബവ് നാൻ. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും അവര് നാന്റെ അവിടെ മുകളിൽ എത്തിയിട്ടുണ്ട്. വി ആർ ഓൾമോസ്റ്റ് ദർ സെഡ് മണി, ഐ ക്യാൻ സീ ദ ടെമ്പിൾ നിയർ അങ്കിൾസ് ഹൗസ്. അപ്പൊ മണി പറയാണ്, നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട്, എനിക്ക് അങ്കിളിന്റെ വീടിന്റെ അടുത്തുള്ള ടെമ്പിൾ ഇവിടുന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്ന് പറയാണ്. ഐ കാൻ സീ എ തിങ് സെഡ് ഗ്രാനി. ഗ്രാനി പറഞ്ഞു, എനിക്കൊന്നും കാണാനില്ല. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ മിസ്റ്റ്, ദർ ഇസ് എ തിക് മിസ്റ്റ് കമ്മിങ് അപ്പ് ദ വാലി. അതെന്തുകൊണ്ടാണ്, അവിടെ മഞ്ഞ് മൂടിയിട്ടുള്ളത് കൊണ്ടാണ്. മിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അങ്ങനെ മഞ്ഞ് വന്ന് മൂടിയിട്ടുള്ളത് കൊണ്ടാണ് അവർക്ക് അത് കാണാനായിട്ട് പറ്റാത്തത് എന്നാണ് പറയുന്നത്. ഇറ്റ് ബിഗാൻ റെയിനിങ് ഹെവിലി ആസ് ദേ എൻറ്റേർഡ് ദ സ്മോൾ മാർക്കറ്റ് ടൗൺ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ. അങ്ങനെ അവർ അടുത്തുള്ള ഒരു മാർക്കറ്റ് ടൗണിൽ എത്തിയപ്പോഴത്തേനും ഭയങ്കരമായിട്ട് മഴ പെയ്യാനായിട്ട് തുടങ്ങി. ഗ്രാനീസ് അംബ്രല്ല വാസ് ലീക്കിംഗ് ബാഡ്ലി ബട്ട് ദേ വർ സൂൺ ഡ്രൈയിങ് ദംസെൽവ്സ് ഇൻ അങ്കിൾസ് ഹൗസ് ആൻഡ് ഡ്രിങ്കിങ് ഗ്ലാസസ് ഓഫ് ഹോട്ട് സ്വീറ്റ് മിൽക്കി ടീ. അങ്ങനെ ഗ്രാനിയുടെ കുട ഉണ്ടല്ലോ അത് ചോരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇവർ നനയുമല്ലോ. പക്ഷെ ഇവർ അങ്കിളിന്റെ വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ എത്തി. അവിടെ ചെന്നിട്ട് എന്താണ്, ഒരു ഗ്ലാസ് ചൂട് പാൽ ചായ കുടിച്ചു. മണി ഗോട്ട് അപ്പ് ഏർലി ദ നെക്സ്റ്റ് മോർണിംഗ് ആൻഡ് റാൻ ഡൗൺ ദ നാരോ സ്ട്രീറ്റ് ടു ബേത് ഇൻ ദ റിവർ. അങ്ങനെ മണി അടുത്ത ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റു. എന്നിട്ട് അവർ താമസിക്കുന്ന അങ്കിളിന്റെ വീടില്ലേ, എന്നിട്ട് അവിടുന്ന് താഴേക്ക് ഓടിപ്പോയി അവിടെയുള്ളൊരു റിവറിൽ കുളിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പോയത്. ആസ് മണി ഡ്രസ്ഡ് ഹി ഹേർഡ് ദ ബ്ലെയർ ഓഫ് എ ബസ് ഹോൺ. അങ്ങനെ മണി ആ റിവറിൽ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി വരുന്ന സമയത്താണ് ഹി ഹേർഡ് ദ ബ്ലെയർ ഓഫ് എ ബസ് ഹോൺ. ബ്ലെയർ എന്ന് വെച്ചാൽ ഒരു മുഴക്കം. അപ്പോൾ ബസ്സിന്റെ ഹോണ് മണി കേട്ടത്. ദർ വാസ് ഓൺലി വൺ ബസ് ടു മസൂറി. അപ്പോൾ മസൂറിയിലേക്ക് പോകാനായിട്ട് ആകെ ഒരു ബസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. He scampered up the slope wondering if they had missed it. But Granny was waiting for him at the bus stop. അപ്പോൾ he scampered എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പാഞ്ഞു. up the slope, ആ ഒരു സ്ലോപ്പിന്റെ മുകളിൽ കൂടെ അവൻ പാഞ്ഞു. wondering if they had missed it. അപ്പം അവരത് മിസ് ചെയ്തോ, അവൻ കാരണം ഇന്നിനി മസൂരിക്ക് പോകാൻ പറ്റില്ലേ എന്ന് ഓർത്തിട്ട് അവൻ പാഞ്ഞു. ബട്ട് ഗ്രാനി വാസ് വെയിറ്റിംഗ് ഫോർ ഹിം അറ്റ് ദ ബസ് സ്റ്റോപ്പ്. പക്ഷെ ഗ്രാനി അവനെ കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഷീ ഹാഡ് ഓൾറെഡി ബോട്ട് ദെയർ ടിക്കറ്റ്സ്. ഗ്രാനി ഓൾറെഡി ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ദ ബസ് വാസ് ഓൾഡ് ആൻഡ് റിക്കറ്റി ആൻഡ് റാറ്റിൽ സോ മച്ച് ദാറ്റ് ദ പാസഞ്ചേഴ്സ് കുഡ് ബെയർലി ഹിയർ ദംസെൽസ് സ്പീക്കിംഗ്. അപ്പോൾ ആ ബസ് വാസ് ഓൾഡ്, പഴയതാണ്, ആൻഡ് റിക്കറ്റി എന്ന് വെച്ചാൽ അതിപ്പം ആകെ നശിച്ചു പോയ പോലത്തെ ഒരു അവസ്ഥയിലാണ്. ആൻഡ് റാറ്റിൽ സോ മച്ച് that the passengers could barely hear themselves speaking. റാറ്റിൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഭയങ്കര ശബ്ദം ഉണ്ടാവും പഴയ ബസ്സുകൾക്ക്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നോയ്സിനെയാണ് റാറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബസ്സിന്റെ ശബ്ദം കാരണം പാസഞ്ചേഴ്സിന്, യാത്രക്കാർക്ക് അവർ തമ്മിൽ സംസാരിക്കുന്നത് പോലും കേൾക്കാനുണ്ടായിരുന്നില്ല. ദ ഡ്രൈവർ ഡ്രോവ് അറ്റ് സം സ്പീഡ് ആൻഡ് വെൻ എവർ ഹി വെന്റ് റൗണ്ട് എ ബെൻഡ് എവ്രി വൺ ഇൻ ദ ബസ് വാസ് ത്രോൺ അബൌട്ട്. അപ്പോൾ ഈ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്പീഡിലാണ് ഓടിച്ചുകൊണ്ടിരുന്നത് ബസ്. പക്ഷെ ഏതെങ്കിലും ഒരു വളവോ തിരിവോ വരികയാണെന്നുണ്ടെങ്കിൽ ബസ്സിലെ എല്ലാ ആൾക്കാരും ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് വീഴാനൊക്കെ പോകും. ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദ നോയ്സ് ആൻഡ് കൺഫ്യൂഷൻ. അപ്പൊ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും, ഇത്രയും ശബ്ദമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഗ്രാനി ഫെൽ അസ്ലീപ്. ഗ്രാനി ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോയി. ഹെർ ഹെഡ് റെസ്റ്റിംഗ് അഗെയിൻസ്റ്റ് മണിയുടെ ഷോൾഡറിൽ തല വെച്ചിട്ടാണ് ഗ്രാനി ഉറങ്ങിക്കൊണ്ടിരുന്നത്. സഡൻലി ദ ബസ് കെയിം ടു എ ഗ്രൈൻഡിങ് ഹോൾട്ട്. പീപ്പിൾ വർ ത്രോൺ ഫോർവേഡ് ഇൻ ദെയർ സീറ്റ്സ്. അപ്പം കെയിം ടു എ ഗ്രൈൻഡിങ് ഹോൾട്ട് എന്ന് വെച്ചാൽ നിർത്തുക. അങ്ങനെ പെട്ടെന്ന് ബസ് നിർത്തി. ആളുകൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് മുന്നോട്ട് പോയി. വാട്ട്സ് ഹാപ്പനിങ്, ഗ്രാനി ആസ്ക്ഡ്. ഹാവ് വി അറൈവ്ഡ്? അങ്ങനെ ഉറക്കത്തുനിന്ന് എഴുന്നേറ്റിട്ട് ഗ്രാനി ചോദിക്കുകയാണ്, എന്താണ് നടക്കുന്നത്, നമ്മൾ എത്തിയോ എന്ന്. ബസ് പെട്ടെന്ന് നിർത്തിയോണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. നോ, സംതിങ് ഇസ് ബ്ലോക്കിംഗ് ദ റോഡ്, മണി സെഡ്.
അപ്പോൾ മണി പറഞ്ഞു അല്ലല്ല വേറെ എന്തോ ആണ്, റോഡ് ബ്ലോക്ക് ആയിരിക്കുകയാണെന്ന് പറയാണ്. ഇറ്റ്സ് എ ലാൻഡ് സ്ലൈഡ് എക്സ്ക്ലെയിം സംവൺ ആൻഡ് ഓൾ ദ പാസഞ്ചേഴ്സ് പുട്ട് ദെയർ ഹെഡ്സ് ഔട്ട് ഓഫ് ദ വിൻഡോസ് ടു ടേക്ക് എ ലുക്ക്. അപ്പോൾ അത് ഒരു ലാൻഡ് സ്ലൈഡ് ആണ്, ഒരു മണ്ണിടിച്ചിലാണ് എന്ന് എക്സ്ക്ലെയിം സംവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാസഞ്ചേഴ്സിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാളിങ്ങനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എല്ലാവരും അവരുടെ തല വിൻഡോയിൽ കൂടെ പുറത്തിട്ടിട്ട് നോക്കുകയാണ് എന്താണ് സംഭവം എന്നുള്ളത്. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. എർത്ത്, ട്രീസ് ആൻഡ് ബുഷസ് ഹാഡ് ഗിവൺ വേ ആൻഡ് കം crashing down, completely blocking the road. Nor was it over yet. Debris was still falling. അപ്പോൾ അതൊരു വലിയ മണ്ണിടിച്ചിലായിരുന്നു. അങ്ങനെ മരങ്ങളും അതുപോലെ തന്നെ മണ്ണും പിന്നെ ചെറിയ ചെറിയ ചെടികളും എല്ലാം കൂടെ താഴെ വന്നിങ്ങനെ ക്രാഷ് ചെയ്തിട്ട് നിൽക്കുകയാണ്, റോഡ് ബ്ലോക്ക് ആക്കിയിട്ട്. അത് തീർന്നിട്ടില്ല. ഡെബ്രി വാസ് സ്റ്റിൽ ഫോളിങ്. ഇപ്പോൾ ആ ലാൻഡ് സ്ലൈഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും അതിന്റെ ഡെബ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവശിഷ്ടങ്ങൾ. അപ്പോൾ അതൊക്കെ ഇപ്പോഴും താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. മണി സോ റോക്സ് ഹേർട്ട്ലിംഗ് ഡൗൺ ദ ഹിൽ ആൻഡ് ഇൻ ടു ദ റിവർ. അപ്പോൾ മണി എന്താണ് കണ്ടു, കല്ലുകൾ ഹേർട്ട്ലിംഗ് ഡൗൺ എന്ന് വെച്ചാൽ ഇങ്ങനെ ഉരുണ്ടിട്ട് ആ മലമുകളിൽ നിന്ന് വന്നിട്ട് റിവറിൽ പതിക്കുന്നത് കണ്ടു. നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ എ ബസ് സ്റ്റോപ്പ് ഒബ്സർവ്ഡ് ഗ്രാനി ഹു കുഡന്റ് സീ എ തിങ്. അങ്ങനെ ഗ്രാനി പറയാണ് ഇതൊരു ബസ് സ്റ്റോപ്പിന് പറ്റിയൊരു സ്ഥലമൊന്നുമല്ല, ഈ കണ്ണ് കാണാത്ത ഗ്രാനി പറയാണ്. ഈവൻ ആസ് ഷീ സ്പോക്ക് എ ഷവർ ഓഫ് സ്റ്റോൺസ് ആൻഡ് സ്മോൾ റോക്സ് കെയിം ക്ലാറ്ററിംഗ് down on the roof of the bus. Passengers cried out in alarm. The driver began reversing as more rocks came crashing down. അങ്ങനെ ഗ്രാനി സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എന്തുണ്ടായി? A shower of stones and small rocks came clattering down. അതായത് ഒരുപാട് വലിയ കല്ലുകളും ചെറിയ കല്ലുകളൊക്കെ കൂടിയിട്ട് താഴേക്ക് ഉരുണ്ടിങ്ങനെ വന്ന് ഈ ബസ്സിന്റെ റൂഫിൽ വീണു. ക്ലാറ്ററിംഗ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവുന്ന ശബ്ദത്തെയാണ് പറയുക. ഇപ്പം കുറെ പ്ലേറ്റ് ഒന്നിച്ച് താഴെ വീണാലൊക്കെ ഉണ്ടാവുന്ന സൗണ്ട് ഇല്ലേ, അതിനെയാണ് ക്ലാറ്ററിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ബസ്സിന്റെ മുകളിലായിട്ട് കല്ലുകൾ വീണപ്പോൾ എന്തുണ്ടായി? ആളുകളൊക്കെ ദേ ക്രൈഡ് ഔട്ട് ഇൻ അലാം. അലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പേടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ആ സിറ്റുവേഷനിൽ പാസഞ്ചേഴ്സ് ഒക്കെ കരഞ്ഞ് നിലവിളിക്കാനായിട്ട് തുടങ്ങി. ദ ഡ്രൈവർ ബിഗാൻ റിവേഴ്സിങ്. ഡ്രൈവർ ഈ ബസ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ആസ് മോർ റോക്സ് കെയിം ക്രാഷിംഗ് ഡൗൺ. താഴേക്ക് ഇങ്ങനെ കൂടുതൽ കൂടുതൽ കല്ലുകൾ വീഴുന്നത് കണ്ടപ്പോൾ ഡ്രൈവർ ബസ് റിവേഴ്സ് ചെയ്ത് പോകാൻ വേണ്ടി നോക്കുകയാണ്. ഐ നെവർ ഡിഡ് ട്രസ്റ്റ് മോട്ടോർ റോഡ്സ് സെഡ് ഗ്രാനി. ഗ്രാനി പറയാണ് ഞാൻ ഇത്തരം റോഡുകളെ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. ട്രസ്റ്റ് ചെയ്യാൻ വിശ്വസിക്കാം. The driver kept backing until they were well away from the landslide. അപ്പം ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ ഈ ലാൻഡ് സ്ലൈഡിന് ഒരുപാട് പിന്നോട്ട് ഒരുപാട് പുറകോട്ട് വണ്ടി മാറ്റി നിർത്തി. ദെൻ എവ്രി വൺ ടംബിൾഡ് ഔട്ട് ഓഫ് ദ ബസ്. ടംബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഴുക എന്നാണ്. അപ്പം എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി. ദേ കുഡ് ടെൽ ഇറ്റ് വുഡ് ടേക്ക് ഡേയ്സ് ടു ക്ലിയർ ദ റോഡ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഒരുപാട് ദിവസം എടുക്കും ഈ റോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. മോസ്റ്റ് ഓഫ് ദ പാസഞ്ചേഴ്സ് ഡിസൈഡഡ് ടു റിട്ടേൺ ടു നാൻ വിത്ത് ദ ബസ്. കൂടുതലും ആൾക്കാർ യാത്രക്കാരെന്ത് തീരുമാനിച്ചു, ഈ ബസ്സിൽ ഇരുന്നിട്ട് ഇനി നാനിലേക്ക് തിരിച്ച് പോകാമെന്ന്. ബട്ട് എ ഫ്യൂ ബോൾഡ് സ്പിരിറ്റ്സ് അഗ്രീഡ് ടു വാക്ക് ടു മസൂരി, ടേക്കിംഗ് എ ഷോർട്ട് കട്ട് up the mountain which would bypass the landslide. മണി ലുക്ഡ് അറ്റ് ഗ്രാനി, ഷാൽ വി ഗോ ബാക്ക്. അപ്പം കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു, നാനിലേക്ക് തന്നെ തിരിച്ചു പോയി ബസ്സിലിരുന്നിട്ട് അങ്ങനെ തീരുമാനിച്ചു പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ എ ഫ്യൂ ബോൾഡ് സ്പിരിറ്റ്സ്, കുറച്ച് ധൈര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്തു, അവർക്ക് മസൂരിയിലേക്ക് നടക്കാനായിട്ട് ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഈ ലാൻഡ് സ്ലൈഡ് കടന്നു പോകേണ്ട ആവശ്യമില്ല, അതല്ലാണ്ട് തന്നെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ അവർ പോവുകയാണ് മസൂരിയിലേക്ക്. അപ്പം മണി അമ്മൂമ്മനെ നോക്കിയിട്ട് ചോദിച്ചു നമുക്ക് തിരിച്ചു പോയാലോ എന്ന്. ഇറ്റ്സ് ഓൺലി 10 miles സെഡ് ഗ്രാനി, വി ഡിഡ് ദാറ്റ് യെസ്റ്റർഡേ. അപ്പോൾ ഗ്രാനി പറയാണ് അതൊരു 10 മൈൽ നടക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ, നമ്മളത് കഴിഞ്ഞ ദിവസം ചെയ്തതല്ലേ എന്ന്. സോ ദേ സ്റ്റാർട്ടഡ് ക്ലൈംബിംഗ് എ നാരോ പാത്ത് ആൻഡ് ബൈ ദ ടൈം ദേ ഗോട്ട് ടു ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ ഗ്രാനി ആൻഡ് മണി വർ ഓൺ ദെയർ ഓൺ. അവരെന്താ ചെയ്തത്, നാരോ എന്ന് വെച്ച് കഴിഞ്ഞാല് വീതി ഇല്ലാത്ത ചെറിയൊരു വഴിയിലൂടെയാണ് അവർ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അവർ ഈ മൗണ്ടന്റെ മുകളിൽ എത്തിയപ്പോൾ ഗ്രാനി മണി മാത്രമാണ് ഉണ്ടായിരുന്നത്, വേറെ ആരെയും കാണാണ്ടായിരുന്നില്ല. Their village was hidden by the range to the north. Far below rushed the river. Far above circled a golden eagle. പിന്നെ അവിടെ അവർ കണ്ട കാഴ്ചയാണ്. അവരവിടെ എന്തൊക്കെയാണ് കണ്ടത്, അവിടെ ഒരു മൗണ്ടെയിൻ റേഞ്ച് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു റിവർ ഉണ്ട്, പിന്നെ ഒരു ഗോൾഡൻ ഈഗിളിനെയും അവര് കണ്ടു. ഡിഡ് യു ബ്രിങ് എനി ഫുഡ് ഫ്രം അങ്കിൾസ് ഹൗസ് ആസ് മണി. അങ്ങനെ ഗ്രാനിയോട് മണി ചോദിക്കുകയാണ് മുത്തശ്ശി എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടോ അങ്കിളുടെ വീട്ടിൽ നിന്ന് എന്ന്. Naturally, said Granny, I knew you would soon be hungry. There are pakoras and buns and peaches from Uncle's garden. അപ്പോൾ അമ്മൂമ്മ പറയാണ് എനിക്ക് അറിയായിരുന്നു നിനക്ക് വിശക്കും എന്നുള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ അങ്കിളിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് പക്കോറ, അതുപോലെ തന്നെ ബൺ, അതുപോലെ തന്നെ
അങ്കിളിന്റെ ഗാർഡനിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് പീച്ച് എന്ന് പറയുന്ന ഫ്രൂട്ട് ഇല്ലേ, അതും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ പക്കോട എന്ന് പറയുന്നത് ഹിന്ദിയിൽ ഈ ഫ്രൈഡ് ആയിട്ടുള്ള സ്നാക്സിനെ പറയണതാണ്. ഗുഡ് said Mani, forgetting his tiredness. We will eat as we go along. We'll stop when you are tired. Granny, oh, I can walk forever. അങ്ങനെ മണി പറയാണ് അതെന്തായാലും നന്നായി എന്ന്. എന്നിട്ട് പറയുന്നത് നമുക്കിങ്ങനെ പോകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാം, എന്നിട്ട് ഗ്രാനിക്ക് വയ്യ എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് നിർത്താമെന്ന് പറയാണ്. അപ്പൊ ഗ്രാനി പറയാ, ഓ ഐ ക്യാൻ വാക്ക് ഫോർ എവർ, എനിക്ക് എത്ര നേരം വേണമെങ്കിലും ഇനി നടക്കാം. സെഡ് ഗ്രാനി ലോഫിംഗ്. എന്നിട്ട് ചിരിച്ചുകൊണ്ടാണ് ഗ്രാനി ഇത് പറയുന്നത്. ബട്ട് നോട്ട് ഇഫ് ഇറ്റ്സ് റെയിനിങ്, ദിസ് അംബ്രല്ല ലീക്സ് ബാഡ്ലി. എന്നിട്ട് പറയാണ് പക്ഷെ മഴ പെയ്താൽ അങ്ങനെ നടക്കാൻ പറ്റില്ല, കാരണം ഈ അംബ്രല്ല നന്നായിട്ട് ചോരുന്നുണ്ട് എന്നുള്ളത്. ഡൗൺ അഗെയിൻ ദേ വെന്റ് ആൻഡ് അപ്പ് ദ നെക്സ്റ്റ് മൗണ്ടൻ ആൻഡ് ഓവർ ബെയർ wind-swept hillsides and up through a dark gloomy deodar forest. And then, just as it was getting dark, they saw the lights of Mussoorie twinkling ahead of them. പിന്നീട് അവര് ഒരുപാട് കയറ്റങ്ങളും ഇറക്കങ്ങളിലൂടെ ഒക്കെ നടന്നിങ്ങനെ പോയി. പിന്നെ വിൻഡ് സ്വെപ്റ്റ് ഹിൽ സ്ലൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റടിക്കുന്ന ഹിൽ സൈഡ്സിൽ കൂടെ നടന്നു പോയി. അതുപോലെ തന്നെ പിന്നീട് ഗ്ലൂമി ആയിട്ടുള്ള ഡിയോഡാർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഗ്ലൂമി എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കുന്ന പോലത്തെ, ഡിയോഡാർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ദേവദാരുകൾ നിൽക്കുന്ന കാട്. അപ്പോൾ അതിന്റെ കൂട്ടങ്ങളിലൂടെ നടന്നുപോയി. ആൻഡ് ദെൻ ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്, അങ്ങനെ ഇരുട്ടായിക്കൊണ്ടിരുന്ന സമയത്ത് ദേ സോ ദ ലൈറ്റ്സ് ഓഫ് മസൂരി ട്വിങ്ക്ലിംഗ് എഹെഡ് ഓഫ് ദം. അപ്പോഴാണ് അവര് മസൂരിയിലെ ലൈറ്റ്സ് അവരുടെ മുന്നിലായിട്ട് മിന്നി തിളങ്ങുന്നത് കണ്ടത്. ട്വിങ്ക്ലിംഗ് എന്ന് വെച്ചാൽ എന്താണ്, മിന്നി തിളങ്ങുക. ആസ് ദേ കെയിം നിയറർ ദ ലൈറ്റ്സ് ഇൻക്രീസ്ഡ് until presently they were in a brightly lit bazaar. Jostled in the crowd, Granny kept one hand firmly on Mani's shoulder so that she did not lose him. അങ്ങനെ അവർ ഈ മസൂരിയുടെ അടുത്തോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് എന്താണ്, ലൈറ്റ്സ് ഇങ്ങനെ കൂടിക്കൂടി വന്നു. അവസാനം അവര് നല്ല ലൈറ്റുള്ള ഒരു മാർക്കറ്റിന്റെ അവിടെ എത്തി. ജോസിൽഡ് ഇൻ ദ ക്രൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ക്രൗഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ തിങ്ങി നീങ്ങുന്ന സമയത്ത് അതാണ് ജോസിൽഡ് എന്ന് വെച്ചാൽ. ഗ്രാനി കെപ്റ്റ് വൺ ഹാൻഡ് ഫേംലി ഓൺ മണി ഷോൾഡർ. ഒരു കയ്യെ ഗ്രാനി എന്ത് ചെയ്തു, മണിയുടെ ഷോൾഡറിൽ പിടിച്ചു. സോ ദാറ്റ് ഷീ ഡിഡ് നോട്ട് ലൂസ് ഹിം. അവനെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാനി ഇങ്ങനെ ചെയ്തത്. ദേ ആസ്ക്ഡ് അറൌണ്ട് ഫോർ ദ ചീപ്പസ്റ്റ് ഹോട്ടൽ ബട്ട് ദർ വർ നോ ചീപ്പ് ഹോട്ടൽസ്. സോ ദേ സ്പെൻഡ് ദ നൈറ്റ് ഇൻ എ ധർമ്മശാല അഡ്ജോയിനിങ് ദ ടെമ്പിൾ. അപ്പം അവരവിടെ അടുത്തൊക്കെ ചീപ്പായിട്ട് നല്ല പൈസ കുറവിന് നിൽക്കാൻ പറ്റുന്ന ഒരു ഹോട്ടൽ അന്വേഷിച്ചു. പക്ഷെ അവിടെ ചീപ്പായിട്ടുള്ള ഹോട്ടൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവര് അന്ന് രാത്രി ഒരു ധർമ്മശാലയില് ചിലവഴിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അഡ്ജോയിനിങ് ദ ടെമ്പിൾ എന്ന് വെച്ചാൽ ടെമ്പിളിനോട് ചേർന്നുള്ള. ധർമ്മശാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അമ്പലങ്ങളിലൊക്കെ ഈ ആൾക്കാർക്ക് താമസിക്കാനായിട്ട് സ്ഥലം ഉണ്ടാവും, അതിനെയാണ് പറയുന്നത്. അത് ഇംഗ്ലീഷ് വാക്കല്ല, അത് ഹിന്ദിയിൽ ഉപയോഗിക്കുന്നതാണ്. നെക്സ്റ്റ് മോർണിംഗ് അറ്റ് ദ ഐ ഹോസ്പിറ്റൽ ദേ ജോയിൻഡ് എ ലോങ് ക്യൂ ഓഫ് പേഷ്യൻസ്. അപ്പൊ അടുത്ത ദിവസം അവര് ഐ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ പേഷ്യൻസ് എന്ന് വെച്ചാൽ എന്താണ്, പേഷ്യന്റ് തന്നെ സമാധാനപൂർവ്വം വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന്റെ കൂട്ടത്തിൽ അവരും ചെന്ന് ക്യൂവിൽ നിന്നു. ദി ഐ സ്പെഷ്യലിസ്റ്റ്, എ പോർട്ട്ലി മാൻ ഇൻ എ സ്യൂട്ട് ആൻഡ് ടൈ, ഡെൽറ്റ് വിത്ത് ദ പേഷ്യൻസ് ഇൻ എ ബ്രിസ്ക് ബട്ട് കൈൻഡ് മാനർ. ആഫ്റ്റർ ആൻ അവേഴ്സ് വെയിറ്റ് ഗ്രാനീസ് ടേൺ കെയിം. അപ്പോ ഐ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് എ പോർട്ട്ലി മാൻ ഇൻ എ സ്യൂട്ട് ആൻഡ് ടൈ എന്ന് വെച്ചാൽ, ഒരു പോർട്ട്ലി എന്ന് വെച്ചാൽ കുറച്ച് ഹെവി ആയിട്ടുള്ള, കുറച്ച് വണ്ണുള്ള ഒരു വ്യക്തിയായിരുന്നു. ആൾ എന്താണ് ധരിച്ചിരുന്നത്, ഒരു സ്യൂട്ടും ടൈയും ധരിച്ചിരുന്നു. ഡെൽറ്റ് വിത്ത് ദ പേഷ്യൻസ് ഇൻ എ ബ്രിസ്ക് ബട്ട് കൈൻഡ് മാനർ. അപ്പം പേഷ്യൻസിനെ എങ്ങനെയാണ് ഡീൽ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, ഡെൽറ്റ് എന്ന് പറഞ്ഞാൽ ഡീൽ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിസ്ക് ആണ്, സ്പീഡിൽ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ കരുണയുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പേഷ്യൻസിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടിയും കൈൻഡ് ആയിട്ടാണ്, കരുണയോട് കൂടിയാണ് അവരോട് പെരുമാറിയിരുന്നത്. ആഫ്റ്റർ ആൻ അവേഴ്സ് വെയിറ്റ് ഗ്രാനീസ് ടേൺ കെയിം. 1 മണിക്കൂർ കാത്തിരുന്നതിന് ശേഷം ഗ്രാനീനെ ഡോക്ടറെ കാണിക്കേണ്ട സമയമായി. ദ ഡോക്ടർ ടുക്ക് വൺ ഹൊറിഫൈഡ് ലുക്ക് അറ്റ് ഗ്രാനീസ് ഗ്ലാസസ് ആൻഡ് ഡ്രോപ്പ് ദം ഇൻ ദ വേസ്റ്റ് ബാസ്കറ്റ്. ഡോക്ടർ ആണെങ്കിൽ ഹൊറിഫൈഡ് ആയിട്ടെന്ന് വെച്ചാൽ ഒരു ഭീതിയോട് കൂടി ഒന്ന് പേടിച്ചിട്ട് ഗ്രാനിയുടെ കണ്ണട നോക്കി, എന്നിട്ട് അതെടുത്ത് വേസ്റ്റ് ബാസ്കറ്റിൽ ഇട്ടു. ദെൻ ഹി ഫിഷ്ഡ് ദം ഔട്ട് ആൻഡ് പ്ലേസ്ഡ് ദം ഓൺ ഹിസ് ഡെസ്ക് ആൻഡ് സെഡ്, On second thought, I think I'll send them to a museum. You should have changed your glasses years ago. They have probably done more harm than good. അപ്പോൾ ആദ്യം വേസ്റ്റ് ബാസ്കറ്റിൽ ഇട്ടതിന് ശേഷം ഡോക്ടർ എന്ത് ചെയ്തു, ഹി ഫിഷ് ദം ഔട്ട് എന്ന് വെച്ചാൽ വീണ്ടും വേസ്റ്റ് ബാസ്കറ്റിൽ നിന്ന് പുറത്തെടുത്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഡെസ്കിൽ അത് വെച്ചിട്ട് പറഞ്ഞു, ഓൺ സെക്കൻഡ് തോട്ട്, രണ്ടാമതൊന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ണട ഞാൻ മ്യൂസിയത്തിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളത്. ഈ കണ്ണട എത്രയോ വർഷം മുന്നേ നിങ്ങൾ മാറ്റേണ്ടതായിരുന്നു എന്നറിയോ, ഇത് ഇപ്പൊ നിങ്ങൾക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയാണ്.
He examined Granny's eyes and said, "Your eyes are very weak, but you are not going blind." എന്നിട്ട് ഗ്രാനിയുടെ കണ്ണുകളെ ചെക്ക് ചെയ്തിട്ട്, എക്സാമിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഗ്രാനിയുടെ കണ്ണുകൾ വീക്കാണ്, പക്ഷെ ഗ്രാനി അന്ധയൊന്നും ആവില്ല എന്ന്. അത്രയും മോശം കണ്ടീഷൻ ആയിട്ടില്ല, കണ്ണ് കാണാത്തൊരു രീതിയിലെത്താൻ മാത്രം. "We'll fit you up with a stronger pair of glasses." ഞങ്ങൾ കുറച്ചും കൂടി പവർ ഉള്ള ഗ്ലാസസ് വെച്ച് തരാം എന്ന് പറയാണ്. Then he placed her in front of a board covered with letters in English and Hindi, large and small, and they asked Granny if she could make them out. അങ്ങനെ ഗ്രാനീനെ ഒരു സ്ഥലത്ത് ഇരുത്തി, എന്നിട്ട് ഫ്രണ്ടിലത്തെ ബോർഡിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ വലിയതും ചെറിയതുമായിട്ടുള്ള അക്ഷരങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ട് അത് ഗ്രാനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. "I can't even see the board," said Granny. "Well, can you see me?" asked the doctor. "Some of you," said Granny. അങ്ങനെ ഗ്രാനി പറയാണ്, എനിക്ക് ആ ബോർഡ് പോലും കാണാൻ പറ്റുന്നില്ല എന്ന്. അങ്ങനെ ഡോക്ടർ ചോദിച്ചു, എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഗ്രാനി പറയാണ്, ഡോക്ടറുടെ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്ന്. "I want you to see all of me," said the doctor, and he balanced a wire frame on Granny's nose and began trying out different lenses. എന്നിട്ട് ഡോക്ടർ പറയാണ്, അല്ലല്ല, എൻ്റെ ചില ഭാഗങ്ങൾ മാത്രം കണ്ടാൽ പോരാ, എന്നെ മുഴുവനായിട്ടും കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു വയർ ഫ്രെയിം എടുത്തിട്ട് ഗ്രാനിയുടെ മൂക്കിൽ ഫിക്സ് ചെയ്തു. എന്നിട്ട് പല ലെൻസ് ഇട്ടിട്ട് പവർ ചെക്ക് ചെയ്യാണ്, കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. സഡൻലി ഗ്രാനി കുഡ് സീ മച്ച് ബെറ്റർ. ഷീ സോ ദ ബോർഡ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ലെറ്റേഴ്സ് ഓൺ ഇറ്റ്. അങ്ങനെ പെട്ടെന്ന്, സഡൻലി പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് ഗ്രാനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ആ ബോർഡിലെ ഏറ്റവും വലിയ അക്ഷരവും വായിക്കാൻ പറ്റുന്നുണ്ട്. "Can you see me now?" asked the doctor. ഡോക്ടർ ചോദിച്ചു, എന്നെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? "Most of you," said Granny. ഒരു വിധമൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്ന് പറയാണ്. And then added, "By way of being helpful, there is quite a lot of you to see." ഗ്രാനി പറയാണ്, ഡോക്ടറിനെ കാണാനും കുറച്ചുണ്ടല്ലോ എന്ന്. "Thank you," said the doctor, "and now turn around and tell me if you can see your grandson." എന്നിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഗ്രാനിയുടെ അടുത്ത് പറയാണ്, ഇപ്പോൾ ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഗ്രാനിയുടെ ഗ്രാൻഡ് സണ്ണിനെ, അതായത് മണീനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറയുന്നു. ഗ്രാനി ടേൺഡ് ആൻഡ് സോ മണി ക്ലിയർലി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മെനി ഇയേഴ്സ്. അങ്ങനെ ഗ്രാനി തിരിഞ്ഞു, എന്നിട്ട് ഇത്രയും വർഷത്തിൽ മണീനെ ക്ലിയർ ആയിട്ട് കാണുന്നത് ഇപ്പോഴാണ്, കുറെ വർഷത്തിന് ശേഷം. "Money," she exclaimed, clapping her hands with joy. "How nice you look. What a fine boy I have brought up." അങ്ങനെ ഗ്രാനി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ വിളിച്ചിട്ട് മണി എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ അടിച്ചിട്ട് വരികയാണ് സന്തോഷത്തിൽ. ജോയ് എന്ന് പറഞ്ഞാൽ എന്താ, സന്തോഷം. എക്സ്ക്ലെയിം എന്ന് വെച്ചാൽ ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയാം. ക്ലാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. "How nice you look." എന്നിട്ട് പറയാണ്, നീ എന്തൊരു സുന്ദരനാണ്, ഞാൻ എന്തൊരു നല്ല കുട്ടിയാണ് വളർത്തിക്കൊണ്ടുവന്നത്. ബ്രോട്ടപ്പ് എന്ന് വെച്ചാൽ വളർത്തിക്കൊണ്ടുവന്നത്. "But you do need a haircut and a wash and buttons on your shirt and a new pair of shoes. Come along to the bazaar." എന്നിട്ട് ഗ്രാനി പറയാണ്, നീ നല്ല സുന്ദരനൊക്കെയാണ്, പക്ഷെ നിന്റെ മുടി ഒന്ന് വെട്ടേണ്ട ആവശ്യമുണ്ട്, പിന്നെ നന്നായിട്ടൊന്ന് ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, പിന്നെ ഷർട്ടിൽ ബട്ടൺസ് പിടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്, പുതിയ ഷൂ മേടിക്കേണ്ട ആവശ്യമുണ്ട്, വാ എൻ്റെ കൂടെ മാർക്കറ്റിക്ക് വാന്ന് പറയാണ്. "First, have your new glasses made," said Money, laughing. "Then we'll go shopping." അങ്ങനെ മണി പറയാണ്, ആദ്യം ആ പുതിയ ഗ്ലാസ് ഒന്ന് വാങ്ങിക്കുക, എന്നിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോവാം എന്നുള്ളത്. A day later, they were in a bus again. അതിനെ ഒരു ദിവസം കഴിഞ്ഞിട്ട് അവർ വീണ്ടും ബസ്സിൽ കയറിയിരിക്കുകയാണ്. Granny had a window seat and Money sat beside her. ഗ്രാനിക്കാണ് വിൻഡോ സീറ്റ് കിട്ടിയത്, മണി അപ്പുറത്തിരിക്കുകയായിരുന്നു. "He had new shoes and Granny had a new umbrella." അങ്ങനെ മണിക്ക് പുതിയ ഷൂ മേടിച്ചു, ഗ്രാനിക്ക് പുതിയ കുട മേടിച്ചു. "And they had also bought a thick woolen Tibetan pullover for Money's father." പിന്നെ മണിയുടെ അച്ഛനൊരു പുള്ളോവർ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞില്ലേ. പുള്ളോവർ എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ഷർട്ടിന്റെ ഒക്കെ മുകളിൽ ഇടുന്ന ക്ലോത്ത്സിനെയാണ് പറയുന്നത്. ഇപ്പോൾ സ്വെറ്റർ പോലെ അല്ലെങ്കിൽ കാർഡിഗനൊക്കെ പോലെ ഇടുന്നതിനെയാണ് പുള്ളോവർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ വുളന്റെ ടിബറ്റൻ പുലോവർ മണിയുടെ അച്ഛന് വേണ്ടി വാങ്ങി. ആൻഡ് സീഡ്സ് ആൻഡ് ബൾബ്സ് ആൻഡ് കൗബൽ. പിന്നെ അവർ എന്തൊക്കെയാണോ മേടിക്കാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതെല്ലാം വാങ്ങി. As the bus moved off, Granny looked eagerly out of the window. അങ്ങനെ ബസ് ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഗ്രാനി വളരെ ഈഗർലി എന്ന് വെച്ചാൽ ഇങ്ങനെ ആഗ്രഹത്തോടു കൂടി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിൻഡോയിലൂടെ. She could see many things that she hadn't seen for a long time. Distant villages, people working in the fields, milkmen on the road, 2 dogs rushing along beside the bus, monkeys in the trees, and most wonderful of all, a rainbow in the sky. അങ്ങനെ ഗ്രാനിക്ക് വിൻഡോയിലൂടെ നോക്കിയപ്പോൾ കുറെ കാലമായിട്ട് ഗ്രാനി കാണാത്ത ഒരുപാട് കാര്യങ്ങൾ കണ്ടു. എന്തൊക്കെയാണ്? ഡിസ്റ്റന്റ് വില്ലേജസ്, ദൂരെ കാണുന്ന ഗ്രാമങ്ങൾ, ആളുകൾ ഫീൽഡുകളിൽ ജോലി ചെയ്യുന്നത്, അതുപോലെ തന്നെ പാൽക്കാർ റോഡിൽ നടക്കുന്നത്, 2 നായ്ക്കൾ ഈ ബസ്സിന്റെ ഒപ്പം ഓടുന്നത്, അതുപോലെ തന്നെ തെരുവുകളിലുള്ള കുരങ്ങന്മാര്, പിന്നെ ഏറ്റവും
സന്തോഷമുള്ള കാര്യം എന്താണ് കണ്ടത് എന്നറിയോ? എ റെയിൻബോ ഇൻ ദ സ്കൈ, ഒരു മഴവില്ല് കണ്ടു ആകാശത്ത്. ഷീ കുഡന്റ് സീ പെർഫെക്റ്റ്ലി ഓഫ് കോഴ്സ്, ബട്ട് ഷീ വാസ് വെരി പ്ലീസ് വിത്ത് ദ ഇംപ്രൂവ്മെന്റ്. അപ്പോൾ ഗ്രാനിക്ക് അത് അത്ര ക്ലിയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടൊന്നും കാണാൻ പറ്റില്ലായിരുന്നു എന്നുണ്ടെങ്കിലും ആ കാണാൻ പറ്റുന്ന ഇമ്പ്രൂവ്മെന്റിൽ കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റുമല്ലോ പണ്ടത്തേനേക്കാളും. ആ ഇമ്പ്രൂവ്മെന്റിൽ ഗ്രാനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. പ്ലീസ്ഡ് എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടായിരുന്നു എന്നാണ്. മണി വാച്ച്ഡ് ഫോർ എ ടൈം ആൻഡ് ലിസൺ ടു ഹെർ എക്സൈറ്റഡ് ചാറ്റർ, ദെൻ ഹിസ് ഹെഡ് ബിഗാൻ ടു നോഡ്. അങ്ങനെ മണി കുറച്ചു നേരമൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഗ്രാനിയുടെ ചാറ്റർ എന്ന് പറഞ്ഞ സംസാരം, അപ്പോൾ ആ സംസാരമൊക്കെ കേട്ടിരുന്നു. എന്നിട്ട് പിന്നെ ദെൻ ഹിസ് ഹെഡ് ബിഗാൻ ടു നോഡ്. നോഡ് എന്ന് വെച്ചാൽ കുറേശ്ശെ ഉറക്കം തൂങ്ങാനായിട്ട് തുടങ്ങി മണി. ഇറ്റ് ഡ്രോപ്ഡ് അഗെയിൻസ്റ്റ് ഗ്രാനി ഷോൾഡർ ആൻഡ് റിമെയിൻ ദർ കംഫർട്ടബിളി സപ്പോർട്ടഡ്. അങ്ങനെ പിന്നീട് എന്തുണ്ടായി, ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ട് മണി ഗ്രാനിയുടെ ഷോൾഡറിൽ തലവെച്ചിട്ട് ഉറങ്ങാനായിട്ട് തുടങ്ങി. ദ ബസ് സ്വേർവ്ഡ് ആൻഡ് ജോൾട്ടഡ് അലോങ് ദ വിൻഡിങ് മൗണ്ടെയിൻ റോഡ്. വിൻഡിങ് മൗണ്ടെയിൻ റോഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ വളഞ്ഞു പോകുന്ന റോഡ്, മൗണ്ടെയിൻ റോഡ്. അതിൽ കൂടെ ബസ് എന്താണ് കുലുങ്ങിയൊക്കെയാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. അത്രയും ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു ബസ്സിൽ. അതാണ് സ്വേർവ്ഡ് ആൻഡ് ജോൾട്ടഡ് എന്ന് പറയുന്നത്. ബട്ട് മണി വാസ് ഫാസ്റ്റ് അസ്ലീപ്. പക്ഷെ മണി ഗ്രാനിയുടെ ഷോൾഡറിൽ തല വെച്ചിട്ട് നല്ല ഉറക്കമായിരുന്നു. അങ്ങനെയാണ് സ്റ്റോറി അവസാനിക്കുന്നത്. ഈ ഓഥറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോറി രചിച്ചിട്ടുള്ളത് റസ്കിൻ ബോണ്ട് ആണ്. അദ്ദേഹം 1934 കസോളിയിലാണ് ജനിച്ചത്, ഹിമാചൽ പ്രദേശില്. For over 50 years, Bond has experimented with different genres of writing, including novels, short stories and memoirs. റസ്കിൻ ബോണ്ട് 50 വർഷത്തോളമായിട്ട് പലതരം കൃതികൾ രചിച്ചിട്ടുണ്ട്. അതിൽ നോവൽസ് ഉണ്ട്, ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, ആൻഡ് മെമ്മോഴ്സ് എന്ന് വെച്ചാൽ ഓർമ്മക്കുറിപ്പുകളുണ്ട്. ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് ദ റൂം ഓൺ ദ റൂഫ്, ആ ട്രീ സ്റ്റിൽ ഗ്രോ ഇൻ ഡേറ, എ ഫ്ലൈറ്റ് ഓഫ് പിജൻസ്, ദ ബ്ലൂ അംബ്രല്ല, എക്സെട്ര. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കൃതികളാണ്. ഹി വാസ് awarded the John Llewellyn Rhys Prize in 1957 and the Sahitya Academy Award in 1992. അപ്പൊ അദ്ദേഹത്തിന് ജോൺ ലെവ്ലിൻ റൈസ് പ്രൈസ് 1957 കിട്ടിയിട്ടുണ്ട്. സാഹിത്യ അക്കാദമി അവാർഡ് 1992 അതുപോലെ തന്നെ പത്മശ്രീ 1999 പത്മഭൂഷൺ 2014 ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ റസ്കിൻ ബോണ്ടിന്റെ സ്റ്റോറീസ് നിങ്ങൾക്ക് വായിക്കാം. കാരണം റസ്കിൻ ബോണ്ടിന്റെ സ്റ്റോറീസ് പൊതുവെ കിഡ്സ് ഫ്രണ്ട്ലി ആണ്. അധികം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള വേർഡ്സ് ഒന്നും കാണില്ല. പിന്നെ ഇതുപോലെ പ്രകൃതി ഭംഗിയൊക്കെ നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റോറീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ റസ്കിൻ ബോണ്ടിന്റെ സ്റ്റോറി ബുക്സ് വായിക്കാവുന്നതാണ്. അത്ര ഒരു എക്സ്പെൻസീവ് സൈഡിൽ വരുന്ന ബുക്സ് ഒന്നും അല്ല. അപ്പോൾ ബുക്സ് വായിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന വർക്ക്സ് ആണ് ഈ ഓഥറിൻ്റെത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ആൻഡ് കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.